മക്കളെ ദാണ്ട നോക്കിക്കേ, ഇവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെറിവേറ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ഉറപ്പായിട്ട് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? പഠിച്ചേ പറ്റത്തുള്ളൂ. ദാ നോക്കിക്കേ, എളുപ്പമാണ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്തെന്ന്? 1/√(1 - x²). കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ആ 1/√(1 - x². അതുപോലെ എഴുതുക. എന്തുകൊണ്ട് അഡീഷണൽ ഒരു മൈനസും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ആണെങ്കിലോ 1/1 + x². ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ സിമ്പിൾ ആണ്. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവന്മാരുടെ 3 പേരുടെയും ഡെറിവേറ്റീവ്സ് പഠിച്ചു വെച്ചേക്കാം. ബൈ ഹാർട്ട് ചെയ്ത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കാം. എന്താ? സിമ്പിൾ 1/√(1 - x². സൈൻ ഇൻവേഴ്സിന്റെ. കോസ് ഇൻവേഴ്സിന്റെ ആണെങ്കിൽ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്. കണ്ടോ? സി വരുമ്പോൾ ഒരു നെഗറ്റീവ് വരുമെന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ടാൻ ഇൻവേഴ്സിന്റെ എന്തോ 1/1 + x². ഇനി ഞാൻ താണ്ടെ ഇത് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും. അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് വേറൊന്നിനുമല്ല, നിങ്ങൾക്കിപ്പം വേറെ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇപ്പൊ കൊസീക്കിന്റെയോ സീക്കിന്റെയോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒരു ഡെറിവേറ്റീവ് നിങ്ങളുടെ കണ്ടുപിടിക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ചോദിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ വരുവാന്ന് വിചാരിക്കുക. കാരണം NCERT-യിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ പ്രൂഫ് കിടപ്പുണ്ട്. സോ പ്രൂവ് ചെയ്യാൻ ചോദിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. സോ ഇവിടെ ടാൻ വരെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം? കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഞാൻ എന്ത് ചെയ്യാം? ചെയ്ത് കാണിച്ചു തരാം. സോ y = കോട്ട് ഇൻവേഴ്സ് എക്സ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? dy/dx. കണ്ടോ? കോട്ട് ഇൻവേഴ്സ് എക്സിന് എന്ത് കണ്ടുപിടിക്കണം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ നോക്കിയിരുന്നേ? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യും? ഇൻവേഴ്സിനെ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യും? കോട്ടിനെ ഇപ്പുറം കൊണ്ടുവരും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? കോട്ട് y = എന്തെന്ന് കിട്ടും? x എന്ന് കിട്ടും. എന്ത് കിട്ടും? കോട്ട് y = എന്തെന്ന് കിട്ടും? x എന്ന് കിട്ടും. ഇനി കോട്ടിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? നമുക്കറിയാം. ടാന്റെ ഡെറിവേറ്റീവ് sec². കോട്ടിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? -cosec². കണ്ടോ? സി വന്നുകൊണ്ട് മൈനസ് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലയോ? സോ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? -cosec²y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy/dx. dy/dx ഈസ് ഈക്വൽ ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? dx/dx എന്താ? ഓക്കെ, സോ ഡെറിവേറ്റീവ് കിട്ടി. dy/dx ഈസ് ഈക്വൽ ടു മൈനസിനെ അപ്പുറം കൊണ്ടുവരാം. ഓക്കെ, അല്ലെങ്കിൽ 1/, നമ്മൾ ഈ cosec²y എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുവരാം. -cosec²y എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ മൈനസ് ഞാൻ മുകളിൽ എഴുതി cosec²y വിച്ച് ഈസ് ഈക്വൽ ടു -1/. ചെറിയൊരു അറേഞ്ച്മെന്റ്, കുഞ്ഞി അറേഞ്ച്മെന്റ് ചെയ്യാൻ പോവാ. cosec²y നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇൻവേഴ്സ് പഠിപ്പിച്ചപ്പോഴും പഠിച്ചതാ. എന്തുവാ? 1 + tan² θ എന്തുവാ? sec²θ. അങ്ങനെ ആണെങ്കിൽ കോ ഫംഗ്ഷന്റെയും പറയാൻ ഞാൻ പഠിപ്പിച്ചായിരുന്നു. 1 + tan ആണെങ്കിൽ കോ ഫംഗ്ഷൻ cot², sec ആണെങ്കിൽ cosec²θ. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇൻവേഴ്സ് പഠിച്ചപ്പോഴൊക്കെ നമ്മൾ പഠിച്ചതല്ലയോ? സോ ഇതാ നോക്കിയേ, cosec²θ നമുക്ക് എങ്ങനെ എഴുതാം? 1 + cot²θ എന്ന് എഴുതാം. എന്തെഴുതാം? 1 + cot²θ എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 + cot². ഇവിടെ തീറ്റ അല്ലേ, ഇവിടെ എന്താ വന്നിരിക്കുന്നത്? y ആ വന്നിരിക്കുന്നത്. സോ 1 + cot²y വിച്ച് ഈസ് ഈക്വൽ ടു -1/1 പ്ലസ്. ഇവിടെ നോക്കിയേ, ആൻസറിലായി. കോട്ട് y എന്ന് പറഞ്ഞാൽ എന്താ? x. അപ്പം cot²y എന്ന് പറഞ്ഞാൽ എന്താ? x². കണ്ടോ? കോട്ട് y എന്ന് പറഞ്ഞാൽ എന്താ? x. അപ്പൊ cot²y എന്തായിരിക്കും? h² ആവും. സോ h² -1/1 + h². അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ബൈ ഹാർട്ട് ചെയ്യണം. എന്തായാലും 1/√(1 - x². ഇതും ബൈ ഹാർട്ട് ചെയ്യണം, ഇതും ബൈ ഹാർട്ട് ചെയ്യണം. സോ അതിന്റെ കൂട്ടത്തി ഇപ്പൊ ചെയ്തതിന്റെ ഒരു ഫോർമാറ്റ് മനസ്സിലായോ? ഒന്നുമില്ല. y = സൈൻ ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എടുക്കും? y = സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കും. സൈൻ y = x എന്ന് കൊടുക്കും. രണ്ട് സൈഡിലും ഡെറിവേറ്റ് ചെയ്യും. ഇതുപോലെ എഴുതും. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ്റെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ടാൻ്റെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ ഇതാ. സൈൻ്റെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന അടിപൊളി റിലേഷൻ ഉണ്ട്. ഏതാ? sin² θ + cos² θ എന്താ? 1 എന്നുള്ള റിലേഷൻ. നമുക്കപ്പോൾ ഡിനോമിനേറ്ററിൽ cos θ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? √(1 - sin² θ എന്ന് കൊടുക്കാം. sin θ വരുവാണെങ്കിൽ √(1 - cos² θ എന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് എക്സിന്റെയും കോസ് ഇൻവേഴ്സ് എക്സിന്റെയും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഓക്കെ, സോ ഈ റിലേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്ത് നോക്ക്? നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്ക്. ഇത് മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും? സൈൻ ഇൻവേഴ്സിന്റെയും കോസ് ഇൻവേഴ്സിന്റെയും തനിയെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ, സ്റ്റെപ്പുകൾ മനസ്സിലായല്ലോ? y = എന്നും പറഞ്ഞ് കൊടുക്കുക. സൈൻ്റെ ചെയ്യുന്നെങ്കിൽ sin y = x എന്ന് കൊടുക്കും. സൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. dy/dx ഒരു സൈഡ് ഇടും. ബാക്കിയുള്ളതിനപ്പുറം കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ റിസൾട്ട് യൂസ് ചെയ്ത് ഇവിടെ
സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ.